ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് മോഹൻലാലിൻ്റെ ഒരു ക്ലോസ് ഫേസ്. മെയിനായിട്ട് കളറിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. സ്കിൻ ടോൺ കളറിംഗ് ആണ് മെയിനായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യണത്. ഓക്കെ, നമ്മുടെ വേർഡ് ഫസ്റ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഓൾവേസ് ഫോക്കസ് ഓൺ യുവർ പ്രാക്ടീസ്. നമുക്ക് ആദ്യം കുറേ തെറ്റുകൾ പറ്റും, പക്ഷേ പിന്നീട് അത് ഓട്ടോമാറ്റിക് അത് കറക്റ്റായി വരും. അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ അത് ആ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ക്ലിയർ ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, നമ്മൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വാക്ക് കമ്പയറിങ് എന്നുള്ള വാക്കാണ്. നമ്മുടെ ഈ ലോകത്ത് ഇന്നിപ്പോൾ ഈ നടക്കുന്ന സംഭവങ്ങളെല്ലാത്തിനും കമ്പയറിങ് ഉണ്ട്. എന്തോ ആയിക്കോട്ടെ, നമ്മുടെ ഒരു വസ്തുവിൽ നിന്ന് തുടങ്ങിയാൽ ഒരു വ്യക്തിയിൽ വരെ കമ്പയറിങ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത്. പിന്നെ കമ്പയറിങ് ഓൾവേസ് ഡിഫർ എന്നാണ്. ഈ കമ്പയർ എന്നുള്ള വാക്ക് കയറി വരുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. ഒരു വ്യക്തിയിൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു സംഭവം കയറി വരും. രണ്ടാമത്തെ വ്യക്തിയിൽ മനസ്സമാധാനവും നഷ്ടപ്പെടുന്ന ഒരു പരിപാടിയാണത്. നമ്മളൊരിക്കലും ഒരു കാര്യം പോലും കമ്പയർ ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു ഐഡിയയിൽ തോന്നുന്നത്. നമ്മൾക്ക് എന്താണോ ശരിയെന്ന് തോന്നണത്, അല്ലെങ്കിൽ നമ്മുടെ ഐഡിയയിൽ എന്താ വരുന്നത് അത് നമ്മൾ അപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ റിസൾട്ട് ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മൾ നമ്മുടെ വർക്കിലായാലും ശരി, നമ്മുടെ ഫാമിലിയിലായാലും ശരി, കമ്പയറിങ് എപ്പോഴും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയേക്കണത് നമ്മളെ തന്നെ കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ തന്നെ വിലയിരുത്തുക എന്നുള്ളത് പറയില്ലേ, നമ്മൾ പുറത്ത് വേറൊരാളുടെ അഭിപ്രായം ചോദിക്കുക, നമ്മൾ തന്നെ അത് ക്ലോസ് ഒബ്സർവ് ചെയ്ത് എന്നിട്ട് അതിൽ മാറ്റങ്ങൾ വരുത്തി എന്നിട്ട് നമ്മളത് കറക്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് നമ്മളെ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ വെച്ചാൽ നമ്മൾക്ക് ഓട്ടോമാറ്റിക് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കയറി വരും. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ എനിക്ക് തോന്നിയേക്കണത്, ഞാൻ ആദ്യമൊക്കെ വരയ്ക്കുമ്പോൾ കുറേ റബ്ബിങ് ഉണ്ടാവുമായിരുന്നു. പിന്നെ ഞാൻ റബ്ബ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിക്കും, വരയ്ക്കുന്നതിന് ഒരു 2 മിനിറ്റ് മുമ്പേ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു പൊസിഷൻ വര പോകുന്ന കറക്റ്റ് അത് നോക്കി ഒന്ന് മനസ്സിൽ ഇരുത്തി എന്നിട്ട് രണ്ടാമത് വരയ്ക്കുമ്പോൾ അത്തരം തെറ്റുകൾ വരയ്ക്കുന്ന ആ തെറ്റുകൾ കുറവാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ് എന്ത് കാര്യം ഉണ്ടെങ്കിലും. ഈ ഭൂമിയുടെ ഉള്ളിൽ നടക്കുന്ന എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് തന്നെ സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമുക്ക് തെറ്റ് പറ്റിയാലും നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. നമ്മുടെ ലൈഫ് നമ്മൾ കമ്പയർ ചെയ്യാൻ തുടങ്ങിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിൽ സ്ട്രെസ്സ്, ആൻസൈറ്റി അതൊക്കെ കയറി വരുന്നതാണ്. നമ്മുടെ ഉള്ളിൽ ഒരു മത്സരബുദ്ധി അല്ലെങ്കിൽ ഒരു കമ്പയറിങ് അത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് എപ്പോഴും സേഫ്. അതായത് ഒരു രണ്ടാമതൊരു വ്യക്തിയിലേക്ക് നമ്മൾ കമ്പയർ ചെയ്തിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കമ്പയറിങ് എന്നുള്ള വേർഡിൽ ഒരു വാക്ക് ഹൈഡ് ചെയ്തിരിപ്പുണ്ട്. ഇൻസൾട്ട് എന്നുള്ള ഒരു വാക്കാണ് ഹൈഡ് ചെയ്തിരിക്കുന്നത്. അത് ഇൻഡയറക്റ്റ്ലി അത് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ. ഈ കമ്പയറിങ് വരുമ്പോൾ ഇൻസൾട്ടിങ് എന്നുള്ള വാക്ക് അത് ഇതിൽ ഇൻബിൽഡായിട്ടോ ഇല്ലെങ്കിൽ നമ്മൾ ഇൻഡയറക്റ്റ്ലി ആ വ്യക്തിക്ക് നമ്മൾ ചാർത്തി കൊടുക്കുന്ന ഒരു ഇതാണ്. ആത്മാർത്ഥതയും ക്ഷമയും ഉണ്ടെങ്കിൽ നമുക്ക് കമ്പയറിങ് എന്നുള്ള ഒരു വേർഡിലേക്ക് ഒരിക്കലും പോകേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഓക്കെ, നമ്മുടെ സ്കിൻ ടോണിൻ്റെ കളറ് ഏകദേശം ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ടച്ചിങ് ആവുന്നുണ്ട്. ഇത് ഫുൾ ഫേസ് അല്ല, നമ്മൾ എന്താ പറയുക, ആ ക്ലോസപ്പായിട്ട് നിൽക്കുന്ന ഒരു വ്യൂ ആണ് ടച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന ബ്രൗണും വൈറ്റും കളറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് ഇപ്പോൾ ഞാൻ മറ്റേ സ്കിന്നിന് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തികളെ വെച്ച് കമ്പയർ ചെയ്യരുത് എന്നുള്ള ഏക ഉദാഹരണം എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോൾ വരയ്ക്കുന്ന മോഹൻലാൽ സാറിൻ്റെ തന്നെയാണ്. നമുക്കൊരിക്കലും ഒരു മോഹൻലാലിനെ പോലെ അഭിനയിക്കാനോ ഇല്ലെങ്കിൽ ആ കഥാപാത്രം ചെയ്യാനോ നമുക്ക് പറ്റില്ല. മോഹൻലാൽ ചെയ്യുന്ന കാര്യങ്ങൾ അത് മോഹൻലാലിന് മാത്രമേ പറ്റുള്ളൂ.
അതുകൊണ്ട് കമ്പയറിങ് ഒരിക്കലും ഒരു നല്ലൊരു സൊല്യൂഷനല്ല എന്നാണ് ഞാൻ പറയുന്നത്. ലൈഫിൽ ഏറ്റക്കുറച്ചിലുകൾ എന്തായാലും ഉണ്ടാവും, 100% ഉറപ്പാണ്. അപ്പോൾ അത് നമ്മളേതായ കഴിവുകൾ കൊണ്ട് നമ്മളത് ഫേസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നമ്മുടെ വർക്ക് ഇപ്പോൾ ഏകദേശം ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അത് വർക്കായാലും ശരി, സ്റ്റഡീസ് ആയാലും ശരി. ഇപ്പോൾ ആരാ എൻ്റെ ഈ വീഡിയോ കാണുന്നതെന്നറിയില്ല, അവരെന്ത് വർക്കാണെങ്കിലും നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് നാളെ ഒരു സുപ്രഭാതത്തിൽ നമുക്കത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് മാറും. കമ്പയറിങ്ങിൻ്റെ പുറകെ പോയാൽ ഓട്ടോമാറ്റിക് നമ്മൾ തന്നെ നമ്മളെ ഇടിച്ച് ഇടുന്ന പോലെയാവും എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമ്മുടെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. Thanks for watching my video.